അല്പസമയം മുമ്പ് നമ്മൾ പ്രോമോയിൽ കണ്ട ആ ടാസ്ക് നടത്തിയിട്ടോ. സത്യത്തിൽ ലാലേട്ടനെ വരെ കരയിപ്പിച്ചു പോയി. അത്തരത്തിലായിരുന്നു കേട്ടോ അവരുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പ്രോമോയിൽ കണ്ട ആ ടാസ്ക് ഇല്ല, അത് കഴിഞ്ഞു. രസകരമായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തത്. ഹാർട്ടിൻ്റെ പില്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരുടെ ഫോട്ടോയും പതിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആർക്കാണ് എടുത്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നു. ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഹൃദയത്തോട് ചേർന്ന് ഇവിടെ ഇപ്പോൾ നിർത്താൻ പറ്റുന്ന ആരാണ് അവർക്ക് ആ ഹാർട്ട് കൊണ്ടേ കൊടുക്കുകയാണ്. എല്ലാവരും അവർക്ക് വേണ്ടപ്പെട്ടതൊക്കെ തന്നെയാണ്, പക്ഷെ ഒരാൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ എന്തായാലും പറയല്ലേ വേണ്ടു. അങ്ങനെ നിവിൻ അക്ബറിനാണ് കേട്ടോ കൊടുക്കുന്നത്. സാബുമാൻ ഷാനവാസിന് കൊടുക്കുന്നു, ഷാനവാസ് അനീഷിന് കൊടുക്കുന്നു, അനീഷ് ഷാനവാസിന് കൊടുക്കുന്നു, നൂറ അനുമോൾക്ക് കൊടുക്കുന്നു, ആദില അനുമോൾക്ക് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് വന്നത് കേട്ടോ. അതിൽ ആദിലയുടെ അനുമോളുടെ ആ ഒരു ടൈം എത്തിയപ്പോൾ ലാലേട്ടനെ വരെ കരയിപ്പിച്ചു. ലാലേട്ടൻ പറയും അയ്യോ എൻ്റെ കണ്ണുവരെ നിറയുന്നു. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലൊരു ചെറിയൊരു അയ്യോ എന്നുള്ളത് തോന്നിപ്പോയി. അത്തരത്തിലായിരുന്നു കേട്ടോ എപ്പിസോഡിൽ ആ സംഭവമൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. അതിലൊരു വാക്കുകൾ എങ്ങനെയാണ്, എന്നെ അവൾക്കും അറിയാം അവൾക്കും എന്നെ അറിയാം. ചില സൗഹൃദങ്ങളൊക്കെ അങ്ങനെയല്ല, നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും അത് അങ്ങനെ വന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച വരെ എന്തൊക്കെ പറഞ്ഞതാണ് അവർ, പിശാശെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചവരാണ്. ഇപ്പോൾ കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു എന്ത് പറ്റി അനുമോളെ ഇങ്ങനെ പെട്ടെന്ന് ഇമോഷണലായോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആർക്കായാലും കരച്ചിൽ വരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ കരയുന്നു. രണ്ടാളും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ലാലേട്ടൻ പറയൂ ഞങ്ങൾക്ക് ഒരു കരച്ചിൽ വരുന്നു, നമ്മളെ പോലും കരയിപ്പിക്കുന്നു അല്ലേ എന്ന്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന. മനസ്സിൽ നമുക്ക് റിലേഷൻസ് ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രംഗമൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരും. അത് കഴിഞ്ഞ് അനീഷിന് ഷാനവാസിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രസകരമായിട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ കഴിഞ്ഞത്. എന്നാൽ ഇതിലും രസകരമായിട്ട് നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഈറനണിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇനി നാളെ മുതൽ വരാൻ പോകുന്നത്. നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.